ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും ഒക്കെ ബോർഡറിൽ കിടക്കുന്ന ഒരു ഹിൽ സ്റ്റേഷൻ. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും മലഞ്ചെരുവുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പച്ചപ്പിൽ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒക്കെ ശരിക്കുമുള്ള ഭംഗി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. വാഗമണിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തലേ ദിവസം ടൗണിൽ തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തത്. വനിതാ ഹോട്ടലിൽ നിന്നൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വാഗമണ്ണ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വണ്ടി എടുത്തിറങ്ങി. നല്ല രീതിയിലുള്ള ചാറ്റൽ മഴ ഉണ്ടായതുകൊണ്ട് തന്നെ കോട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് യാത്ര. ശരിക്കും വാഗമണ്ണിൽ വരുമ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ മൊട്ടക്കുന്ന്, കുരിശുമല, അതുപോലെ പൈൻ ഫോറസ്റ്റ്. നമ്മളിന്ന് അവിടെ ഒന്നും പോകുന്നില്ല. വളരെ ലെസ് എക്സ്പ്ലോർഡ് ആയിട്ടുള്ള 1-2 സ്ഥലങ്ങളിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഈയിടെയായിട്ട് റീൽസിലൊക്കെ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള നമ്മുടെ വരാട്ടുമേടാണ് ആദ്യത്തെ ഞങ്ങളുടെ സ്പോട്ട്. വാഗമൺ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാട്ടുമേട് എത്താൻ പറ്റും. മൊത്തത്തിൽ ആകെ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്. നല്ല തണുപ്പും അതിൻ്റെ ഇടയ്ക്കുള്ള ചാറ്റൽ മഴയൊക്കെ ആയിട്ട് ഇതിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്നത് നല്ല രസമാണ്. പോകുന്ന വഴിക്ക് ഭയങ്കരമായിട്ട് സീനിക് ആയിട്ടുള്ള ഒരുപാട് ലാൻഡ്സ്കേപ്സ് നമുക്ക് കാണാൻ പറ്റും. വരാട്ടുമേട് എത്തുന്നതിൻ്റെ മുന്നേ ഓൺ ദ വേയിൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പാലൊഴുകുംപാറ വാട്ടർഫാൾസിൻ്റെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. നല്ല വെള്ള കളറിൽ പാറയുടെ മുകളിലൂടെ ഇങ്ങനെ പാലൊഴുകി പോകുന്ന പോലെ നമുക്ക് തോന്നും ഈ ഒരു വാട്ടർഫാൾ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത്. കുറച്ചുകൂടി അടുത്തോട്ടൊക്കെ പോയിട്ട് ക്ലോസ് ആയിട്ട് ഈ ഒരു വാട്ടർഫാൾ കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അങ്ങോട്ടേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. കാണാൻ നല്ല രസമുണ്ടെങ്കിലും നല്ല ഡേഞ്ചർ സോണാണ്. അതുകൊണ്ട് തന്നെ എൻട്രി ഒക്കെ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ് ഇവിടെ. നമ്മളിപ്പോൾ ഏകദേശം വരാട്ടുമേട് എത്താറായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഓഫ് റോഡും കയറി വേണം മുകളിൽ എത്താൻ വേണ്ടിയിട്ട്. പാറപ്പുറത്ത് കൂടെ ജീപ്പ് പോണോക്ക്. സീ ലെവലിൽ നിന്ന് ഏകദേശം 5580 അടി പൊക്കത്തിലാണ് നമ്മുടെ വരാട്ടുമേട് ഇരിക്കുന്നത്. ഇത്രയും പൊക്കമുള്ളൊരു മലയുടെ മുകളിൽ വണ്ടിയൊക്കെ ഓടിച്ചിങ്ങനെ കയറി വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശരിക്കും വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അങ്ങ് ദൂരെ വരെ കണ്ണെത്താ ദൂരത്തോളം ഒരുപാട് മലനിരകളാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് ദേ നമ്മുടെ പാലൊഴുകുംപാറ വാട്ടർഫാൾസും അതിൻ്റെ ചുറ്റുമുള്ള കാഴ്ചകളൊക്കെയാണ്. അങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ ആസ്വദിച്ച് കുറേ നേരം ഞങ്ങൾ വരാട്ടുമേട്ടിൽ സ്പെൻഡ് ചെയ്തു. നല്ല രീതിയിൽ കാർമേഘങ്ങൾ വന്ന് മൂടുന്നുണ്ടായിരുന്നു. മഴ പെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പതുക്കെ താഴെ ഇറങ്ങി. താഴെ നിന്നൊരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര തുടർന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന റൂട്ടിലല്ല തിരിച്ചു പോകുന്നത് കുട്ടിക്കാനത്തേക്കാണ്. അപ്പം ആ ഒരു റൂട്ടും ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മുടെ മൂന്നാറൊക്കെ കാണുന്ന പോലെ കുറേ തേയിലത്തോട്ടങ്ങളും അതിൻ്റെ നടുക്കൂടെയുള്ള ആ വഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്നത് നല്ല രസമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ കുട്ടിക്കാനം ജംഗ്ഷൻ. ഇവിടുന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വളഞ്ഞങ്ങാനം വാട്ടർഫോൾസിൽ എത്താൻ പറ്റും. ചാർലി മൂവിയിലൊക്കെ ഈ ഒരു വാട്ടർഫോൾ കാണാൻ തുടങ്ങിയ ആ ഒരു സമയം തൊട്ടേ ആഗ്രഹിക്കുന്നതാണ് എന്നെങ്കിലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് കാണണമെന്ന്. കോട്ടയം ടു കുമിളി റൂട്ടിൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഈ ഒരു വാട്ടർഫോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ഉള്ള ഒരു വാട്ടർഫോൾ ആണ്. റോഡിൻ്റെ സൈഡിൽ ഒരു ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഈ വാട്ടർഫോളിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കാൻ നല്ല രസമാണ്. ചെറിയൊരു മഴയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ വാഗമൺ ട്രിപ്പിലെ അവസാനത്തെ ആ ഒരു ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും വാഗമൺ ടൗണിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ഒരു സ്പോട്ടാണ്. അധികം ആളുകളൊന്നും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഹിഡൻ സ്പോട്ട്. ടൗണിൽ നിന്നൊരു 500 മീറ്റേഴ്സ് മാത്രം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലിയിൽ എത്താൻ പറ്റും. ഇതിൻ്റെ താഴെയായിട്ട് ഈ മലഞ്ചെരുവുകൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു കാട്ടരുവിയൊക്കെ ഉണ്ട്.
ശരിക്കും ഈ ഒരു സ്ഥലത്തിനെ പറയുന്ന പേര് തന്നെ ഇൻഫിനിറ്റി പൂൾ എന്നാണ്. വെള്ളം ഒഴുകിപ്പോയ ആ ഒരു വഴിയിൽ നാച്ചുറലി ഫോം ആയിട്ടുള്ള കുറച്ച് പൂള് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വരാനായിട്ട് കാരണം. ഇവിടുന്ന് കുറച്ചുകൂടി താഴോട്ടേക്ക് നടന്നിറങ്ങിക്കഴിഞ്ഞാൽ ദേ ഈ കാണുന്ന ഹിഡൻ വാട്ടർഫോൾ ഒക്കെയുള്ള ഒരു അടിപൊളി ലൊക്കേഷനിൽ നമ്മൾ ചെന്നെത്തും. വാഗമണിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണിത്. നല്ല പീസ്ഫുൾ ആണ്, അതുപോലെ തന്നെ നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പം ഇങ്ങോട്ടേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വാഗമണിലെ കാഴ്ചകൾ. ശരിക്കും മൈൻഡിനെ ഭയങ്കരമായിട്ട് റീഫ്രഷ് ചെയ്ത ഒരു റൈഡായിരുന്നു വാഗമണിലോട്ടുള്ളത്. പുതിയ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജിജോ സൈനിങ് ഓഫ്. ബൈ.